ആക്ടിവിസ്റ്റ് വിനീത വിജയനും ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീമതി വിനീത വിജയൻ, ഇവിടെ വേടന്റെ പാട്ട് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന അദ്ദേഹത്തിൻ്റെ റാപ്പ് സോങ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാഠഭാഗമാക്കി ഉൾപ്പെടുത്തുന്നു എന്നുള്ള വിവരം അത് വലിയൊരു വിപ്ലവകരമായ നിലപാടായിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ഒരു വിദഗ്ധ സമിതിയെ വെച്ചുകൊണ്ട് അതിന് കാവ്യഭംഗിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഈ നീക്കത്തെ എങ്ങനെയാണെന്ന് കാണുന്നത്? വേടന്റെ പാട്ടുകളില് നമുക്ക് കാണാം ദേശത്തിന്റെ അതിർത്തികൾ ഭേദിച്ചു പോകുന്ന അക്ഷരാർത്ഥത്തിൽ സാർവജനീന മാനമുള്ള അനേകം പാട്ടുകൾ വേടൻ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ വെച്ച് ഏറ്റവും കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് സർഗാത്മക പ്രതിരോധം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന അടയാളപ്പെടുത്താവുന്ന ഒരു പാട്ടാണ് ഈ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലകളുടെ പാഠ്യപദ്ധതിയിൽ ആ പാട്ട് ഉൾപ്പെടുത്തപ്പെടുകയും അതിനെ തുടർന്ന് നിരന്തരമായിട്ടുള്ള സംവാദങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ആ പാട്ട് വിധേയമാവുകയും വളരെ ആഴത്തിൽ ആ പാട്ട് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോ നമുക്കറിയാം സംഘപരിവാർ അനുകൂലമായിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാലയിലെ ആ ഒരു മെമ്പർ അതിനെതിരായിട്ട് ഒരു പരാതി കൊടുക്കുകയും അതില് VC അതില് പഠനം ആവശ്യമാണ്, അതില് പുനഃപരിശോധന ആവശ്യമാണെന്ന് നിർദ്ദേശിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് അതിൽ അവരുടെ സംഘപരിവാറിൽ നിന്ന് അതിന് വിഭിന്നമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് അവരോട് തിരിച്ചു ചോദിക്കാനുള്ളത്. കാരണം വേടന്റെ പാട്ട് സംഘപരിവാറിനെ എത്രത്തോളം അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ തുടക്കകാലം മുതൽ ആരാണോ വേടനെതിരെ നിൽക്കുന്നത് അതാണ് വേടന്റെ രാഷ്ട്രീയത്തെ പ്രസക്തമാക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതിന് പറയാൻ പറ്റുന്ന കൃത്യമായ നിർവചനം. അവരിൽ നിന്ന് ഇതല്ലാതെ നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിനനുസരിച്ചിട്ട് കേരളത്തിലെ ഒരു സർവകലാശാല എന്ന് പറയുന്ന വാക്ക് എന്ന അത് അർത്ഥം വയ്ക്കുന്ന വലിയ മാനമുണ്ട്. അതിനെ തന്നെ ഒരു അർത്ഥശൂന്യമാക്കിക്കൊണ്ട് ഏതുമാത്രം സവർണ കലകൾ മാത്രം അല്ലെങ്കിൽ സവർണ സാഹിത്യം മാത്രം പഠിപ്പിക്കേണ്ട ഇടമായിട്ട് സവർണ കലാശാലകളാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ അവസാനത്തെ ആണിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവരെ കാണിക്കാൻ പറ്റും. ഇതില് ഡോക്ടർ C. രവീന്ദ്രന് ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് അർലാക്കറുടെ നിർദ്ദേശം കിട്ടിയതനുസരിച്ചിട്ട് BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ AK അനുരാഗിന്റെ പരാതിയിന്മേൽ വന്നിട്ടുള്ള ഈ ഒരു നടപടി യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ഇത് ഒരൊറ്റ BJP സിൻഡിക്കേറ്റ് അംഗത്തിന്റെ അദ്ദേഹത്തിന്റെ മാത്രം എതിർപ്പിന്റെ പുറത്തൊരു വിദഗ്ധ സമിതി രൂപീകരിച്ച് അതിനെ ഒഴിവാക്കുക എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. വന്നിട്ടുള്ളത് എന്തായാലും ഇവർ ഒഴിവാക്കിയാലും ഇല്ലെങ്കിലും പാഠ്യപദ്ധതിയിൽ എന്നല്ല കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഏറ്റവും കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ വേടന്റെ കവിത എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സകല യോഗ്യതയും തികഞ്ഞ ഒന്നായതിനാൽ തന്നെയാണ് ആ ഒരു കവിത അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതും ഈ ഒരു വിവാദം അത് കൂടുതൽ ചർച്ച ചെയ്യാൻ തന്നെ വേടന്റെ അടുത്ത സുഹൃത്ത് എന്നുള്ള രീതിയിൽ കൂടി ചോദിക്കുകയാണ്. ഇതൊരു വലിയ വിവാദമാകുന്നു. ഒരുപക്ഷെ വേടൻ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. വേടന്റെ ആ ഒരു പാട്ട് വലിയ തോതിൽ ആളുകൾ ഏറ്റെടുക്കുകയും ഒരു വലിയ സ്വീകാര്യത ഉണ്ടാവുകയും ചെയ്തപ്പോഴാണല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാഠഭാഗമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിനീത വേടനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയനോ ഒരു പ്രതികരണമോ അറിയാൻ കഴിഞ്ഞിരുന്നോ? അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ കവിത പഠിച്ചാലും ഇല്ലെങ്കിലും വായിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹം കല ചെയ്യുക തന്നെ ചെയ്യും, അതെന്റെ ജീവശ്വാസമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമുക്കറിയാം നമ്മുടെ കല എന്ന് പറയുന്ന അല്ലെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന കവിത മാത്രമല്ല, അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളും പ്രതിരോധാത്മകമായിട്ടുള്ള കവിതകളാണ്. നിലനിൽക്കുന്ന സംവിധാനത്തോട് ചെറുത്തു നിന്നതുകൊണ്ട് അല്ലെങ്കിൽ തനിക്ക് നേരെയും തന്റെ സമൂഹത്തിന് നേരെയും താൻ പ്രതിനിധീകരിക്കുന്ന ജനസമുദായത്തിന് നേരെയും വരുന്ന എല്ലാത്തരം അടിച്ചമർത്തലുകൾക്കെതിരെയുമുള്ള സർഗാത്മക പ്രതിരോധമായിട്ടാണ് അദ്ദേഹം തന്റെ കലയെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ കൊണ്ട് നിശബ്ദനാക്കി കളയാവുന്ന ഒരുവനാണ് വേടൻ എന്ന് സംഘപരിവാർ വിശ്വസിക്കുകയും വേണ്ട, പ്രതീക്ഷിക്കുകയും വേണ്ട. കല എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. നിരോധിക്കുമ്പോൾ ബലപ്പെടുന്ന തൂണുകൾ തന്നെയാണ് അതിൻ്റെതെന്ന് സംഘപരിവാറിന് ബോധ്യപ്പെടുക തന്നെ ചെയ്യും എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും നമുക്ക് ഈ അവസരത്തിൽ പറയാനില്ല എന്നുള്ളതാണ്. ശരി, നന്ദി.